ഇപ്പോൾ കാണുന്നതെന്ന് പറയുന്നത് 2013-ലാണല്ലോ ആം ആദ്മി പാർട്ടിയുടെ ഉദയം. അന്ന് 28 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടി നേടിയത്. BJPക്ക് 32 സീറ്റുകൾ ഉണ്ടായിരുന്നു, കോൺഗ്രസിന് 8 സീറ്റുകൾ. അവിടെ ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് കൂട്ടുകെട്ട് വരികയായിരുന്നു. 2015-ൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ലാൻഡ് സ്ലൈഡ് വിക്ടറി ആയിരുന്നു ആം ആദ്മി പാർട്ടി നേടിയത്. 67 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടി നേടി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുകയായിരുന്നു. BJP വെറും 3 സീറ്റുകളിലേക്കാണ് അന്ന് ചുരുങ്ങി. അവിടെ 2014-ൽ 7 സീറ്റുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ BJP ആണ്. 3 സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി. രണ്ടാം സ്ഥാനത്ത് ഏറെ അകലെയായിട്ട് ഫിനിഷ് ചെയ്തു. പക്ഷേ 2020-ൽ വന്നപ്പോൾ BJP ചെറിയ രീതിയിൽ നില മെച്ചപ്പെടുത്തി 8 സീറ്റുകൾ നേടി. പക്ഷേ 62 സീറ്റുകളോടെ ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്തുകയും കേജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അവിടെയും ഓർക്കേണ്ടത് 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റും BJP നേടിയതാണ്. അങ്ങനെ വരുമ്പോൾ 2024-ലും BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 ആവർത്തിക്കും എന്നുള്ളതാണ്. ഡൽഹിയിൽ ഒരേ സമയം ജനങ്ങൾ നിയമസഭയിലേക്ക് കേജ്രിവാളിനെ തെരഞ്ഞെടുക്കുന്നു, അതേസമയം മോദിക്ക് അനുകൂലമായിട്ട് ലോക്സഭയിൽ വോട്ട് ചെയ്യുന്നു. അതെ, പക്ഷേ ഈ 2015-ഉം 20-ഉം തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം സീറ്റുകളുടെ കാര്യത്തിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. 3 എന്നുള്ളത് 8 ആയിട്ടുള്ളെങ്കിൽ പോലും വോട്ട് ശതമാനം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ BJPക്ക് ആ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം 38% BJPയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത്. 8 സീറ്റുകളിലെ വിജയിച്ചുള്ളൂ, പക്ഷെ അവരുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 38%. മാത്രമല്ല മഞ്ജുഷ്, ഈ ചില മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് ഏതാണ്ട് 18 മണ്ഡലങ്ങളിലോ മറ്റോ 10,000-ന് താഴെയാണ് ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലുള്ള ഭൂരിപക്ഷം. അപ്പോൾ 2015-ലും 20-ലും തെരഞ്ഞെടുപ്പും താരതമ്യം ചെയ്യുമ്പോൾ ഈ രണ്ടു പാർട്ടികളും തമ്മിലൊരു അകലം കുറച്ചുകൊണ്ടുവരാൻ 2020-ൽ BJPക്ക് സാധിച്ചു. അതിനി എത്ര കണ്ട് കുറയും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അട്ടിമറി നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒരു വലിയ ട്രെൻഡിനെ മാറ്റിമറിക്കേണ്ടതുണ്ട് BJPക്ക്. അത് നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭയിലേക്ക് BJPക്ക് അനുകൂലമായി വരുന്ന വോട്ടുകൾ നിയമസഭയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 12 വർഷമായിട്ട് ആം ആദ്മി പാർട്ടിക്കാണ് വരുന്നത്. അതിന്റെ ഒരു വിശദമായ കണക്ക് കിരൺ ബാബു നൽകും മാജിക് വാളിന്റെ സഹായത്തോടു കൂടി. അവിടെ കിരൺ, 2014-ലെ ലോക്സഭയും 2015-ലെ നിയമസഭയും തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പും, അതുപോലെ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഡൽഹിയിൽ എങ്ങനെയാണ്? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ സീറ്റുകളെ നിയമസഭകളിലേക്ക് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ BJP എത്രമാത്രം മേധാവിത്വം നേടിയിട്ടുണ്ട്, പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ അത് കീഴ്മേൽ മറിയുകയും ചെയ്തിട്ടുണ്ട്. കിരൺ, മഞ്ജുഷ, അത് തന്നെയാണ് ഒരു പ്രത്യേകത. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും കാണില്ല ആ തരത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം കേജ്രിവാളിനും ആപ്പിനുമാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം BJPക്ക്. കഴിഞ്ഞ 3 തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആണ് അവിടെ ഡൽഹിയിലെ 7 സീറ്റിൽ 7ഉം ജയിച്ചത്. അവിടെ എല്ലാം മഹാഭൂരിപക്ഷം BJPക്ക് ലഭിക്കുമ്പോൾ തന്നെയാണ് മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദ്യം 70 സീറ്റിൽ 67 സീറ്റിലും, രണ്ടാം തവണ കഴിഞ്ഞ തവണ 2020-ൽ 70 സീറ്റിൽ 62 സീറ്റിലും ജയിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നു. അതിന്റെ കണക്കുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ മാജിക് വാളിൽ ഓരോ കണക്കുകളും വളരെ കൃത്യമായി തന്നെയുണ്ട്. 2013-ലാണ് ആദ്യം ഒരു കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നത്. ഒരു വളരെ കുറച്ച് നാൾ മാത്രം ഉണ്ടായിരുന്ന ഒരു ഭരണമായിരുന്നു അത്. 2013-ന് ശേഷം, ക്ഷമിക്കണം, 2015-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2015-ൽ ആം ആദ്മി പാർട്ടിക്ക് 67 സീറ്റുകളും BJPക്ക് 3 സീറ്റുകളും മാത്രമാണ് ഉണ്ടായത്. ആകെ ഈ 3 എടുത്ത് മാത്രമാണ് BJPക്ക് ജയിക്കാനായത്. എന്നാൽ അതിന് 2020-ലേക്ക് എത്തുമ്പോൾ 8 സീറ്റുകളിലേക്ക് BJPക്ക് ജയിക്കാൻ ആകെ 8. അപ്പോഴും 70-ൽ 62 സീറ്റുകൾ ജയിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. നേരെ മറിച്ച് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഈ മേധാവിത്വം ആം ആദ്മി പാർട്ടിക്ക് ഈ മേധാവിത്വം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കും. പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിച്ചുള്ള ഒരു മേധാവിത്വമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2014-ലെ ഫലം നോക്കാം. 7 സീറ്റും അന്ന് ലഭിച്ചത് BJPക്കാണ്. ആ സമയത്ത് ആകെ ആം ആദ്മി പാർട്ടിക്ക് ഈ പച്ച നിറത്തിൽ കാണുന്ന ഏതാനും സീറ്റുകൾ, 10 സീറ്റുകൾ മാത്രമാണ് ആം ആദ്മി പാർട്ടി. ആകെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിയമസഭയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 10 സ്ഥലത്ത് മാത്രമാണ്. അപ്പോൾ 67 നിയമസഭാ മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി MLA-മാരുള്ള സമയത്താണ് കേവലം 10 മണ്ഡലങ്ങളിൽ MLA-മാരുടെ മണ്ഡലങ്ങളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതും ആം ആദ്മി പാർട്ടിക്ക് യഥാർത്ഥത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിനായിരുന്നു. അന്ന് 2014 മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് പൂർണ്ണമായും 0 എന്നത് തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ 2019 അവിടെയും സമ്പൂർണ്ണ വിജയം BJPക്കായിരുന്നു. അന്ന് സമ്പൂർണ്ണ വിജയം നേടുമ്പോഴും കോൺഗ്രസിന് 5 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ബാക്കി മുഴുവൻ സീറ്റുകളിലും BJP ആയിരുന്നു. അവിടെയും ആം ആദ്മി പാർട്ടി 0 ആയിരുന്നു എന്ന് ആലോചിക്കണം. ആ സമയത്തും ആം ആദ്മി പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് 67 സീറ്റോട്
കൂടി ഭരിക്കുമ്പോഴാണ് ഈ ആം ആദ്മി പാർട്ടിക്ക് ഒറ്റ സീറ്റിൽ പോലും ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയാതെ പോയതെന്ന് ആലോചിക്കണം. ഏറ്റവും അവസാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്ക് കൂടി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആദ്യമായി 18 സീറ്റുകളിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ബി ജെ പിക്ക് തന്നെയാണ് 7 സീറ്റുകളും ലോക്സഭാ സീറ്റ് ജയിച്ച ബി ജെ പിക്ക് തന്നെയായിരുന്നു ഈ 70 സീറ്റുകളിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിൽ മുന്നേറ്റം. അതായത് 52 സീറ്റുകളിൽ ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ 7-0 ജയത്തെ നിയമസഭയിലേക്ക് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 52 സീറ്റുകളിൽ ബി ജെ പിക്ക്, അതായത് നിയമസഭാ മണ്ഡലങ്ങളിൽ 52 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് മേധാവിത്വമുണ്ടായി. 18 കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചേർന്നുള്ള സഖ്യത്തിനും. അങ്ങനെ വരുമ്പോൾ 2014-ലും 19-ലും പോലെ തന്നെ 24-ലും ബി ജെ പി ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നിയമസഭയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ജയിച്ചിരിക്കുന്നത്, വലിയ മേധാവിത്വം ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ കാര്യം മറിയുകയാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. മറിച്ച് സംഭവിക്കും. അതിന് പല കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ലല്ലോ രാകേഷ്, മറ്റൊന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് ബി ജെ പി ഡൽഹിയിൽ നടത്തിയ പ്രചാരണമാണ്. ഓരോ ഏരിയ തിരിച്ച് ഇപ്പോൾ എവിടെയാണോ ഏതൊക്കെ ഭാഷ സംസാരിക്കുന്ന ആളുകളാണോ അതാത് സംസ്ഥാനങ്ങളിലെ പ്രമുഖ നേതാക്കളെ ഇറക്കി, അവിടുത്തെ മുഖ്യമന്ത്രിമാരെ ഇറക്കി. ഇപ്പോൾ ആസാമിൽ നിന്ന് മുഖ്യമന്ത്രി അവിടെ എത്തുകയുണ്ടായി. അതൊരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെ എല്ലാ പ്രദേശത്തു നിന്നും അതാത് നേതാക്കളെ എത്തിച്ചുകൊണ്ടും മുഖ്യമന്ത്രിമാരെ എത്തിച്ചുകൊണ്ടും പ്രചാരണം നടത്തി. പക്ഷേ ആപ്പ് എന്ന് പറയുന്നത് കേജ്രിവാളിനെ കേന്ദ്രീകരിച്ചാണ്. 2 സംസ്ഥാനങ്ങളിലാണ് ആപ്പിന് ഭരണമുള്ളത്, പഞ്ചാബിലുമുണ്ട്. പക്ഷേ കേജ്രിവാളിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്റ്റാർ ക്യാമ്പയിൻ മാത്രമാണ് നടത്തിയത്. കോൺഗ്രസ് ആകട്ടെ അതിനുവേണ്ടി വലിയ മെനക്കെട്ടിട്ടില്ല, അല്ലെ? വലിയ നേതാക്കളെ അങ്ങോട്ട് ഇറക്കിയിട്ടുമില്ല. പക്ഷെ ബി ജെ പിയുടെ ഈ സ്ട്രാറ്റജി വിജയിക്കുമെന്നുള്ള കണക്കൂട്ടിലാണ് അവർക്കുള്ളത്. അത് എത്രമാത്രം ശരിയാണ്? തീർച്ചയായും ഇന്ത്യ എന്ന് പറയുന്നത് ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ്. കാരണം എല്ലാ സംസ്ഥാനത്തുള്ള ആളുകളും ഉണ്ട്, 47 ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും പൂർവാഞ്ജലികളുണ്ട്, പ്രത്യേകിച്ച് ഈ കിഴക്കൻ യു പി, ഒപ്പം തന്നെ ബീഹാറിന്റെ ഒരു വലിയ പ്രദേശം ഉൾപ്പെടുന്ന ബീഹാറിലെ ഉപമുഖ്യമന്ത്രി അവിടെ കൊണ്ടുവന്നു. അതെ, ഒപ്പം പഞ്ചാബികൾ വലിയ സ്വാധീനമുള്ള മേഖലയാണ്. മലയാളികളുണ്ട്. പക്ഷേ മലയാളികളുടെയൊക്കെ പ്രശ്നം, മലയാളികൾ പരന്നു കിടക്കുന്നുണ്ട്. ആരും ഒറ്റയ്ക്ക് ഒരു മലയാളി സ്ഥാനത്ത് ജയിപ്പിക്കാനുള്ള ശേഷിയില്ലെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ പൂർവാഞ്ചൽ മേഖല ആയിക്കോട്ടെ, ഇപ്പോൾ പഞ്ചാബ്, ഇതൊക്കെ കൃത്യം പോക്കറ്റുകളാണ്. അപ്പോൾ അവർക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇത്തവണ ആ ഒരു സ്ട്രാറ്റജി സാധാരണഗതിയിൽ നടക്കാറുണ്ട്, കൂടുതലായി ബി ജെ പി ചെയ്തിട്ടുണ്ട്. ഒപ്പം പഞ്ചാബി വോട്ടുകൾ കേന്ദ്രീകരിച്ച് ആം ആദ്മി പാർട്ടിയും വലിയ പ്രചാരണം നടത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി ഇത്തവണ അഖിലേഷ് യാദവ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രചാരണത്തിന് അവിടെ വന്നിട്ടുണ്ട്. ഒപ്പം ശത്രുഘ്ൻ സിൻഹ, അദ്ദേഹം ബീഹാർ എന്നുള്ള നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രചാരണം ഇത്തവണ ഏതായാലും നടന്നിട്ടുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഡൽഹി എന്നുള്ള തലസ്ഥാനം പിടിക്കുന്നതിന് വേണ്ടി 1998 ശേഷം ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ബി ജെ പിക്ക് ഒരു നാണക്കേടുള്ള കാര്യമാണ്. ഈ ഒരു സമയത്താണ് ബി ജെ പി രാജ്യത്ത് ഏറ്റവും ശക്തി പ്രാപിച്ചത്. ആ സമയത്ത് ഡൽഹി പിടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല. 15 വർഷം തുടർച്ചയായിട്ട് കോൺഗ്രസ് ഭരിച്ചു, ഷീലാ ദീക്ഷിത്തിന്റെ കരുത്തിൽ. അതിനുശേഷം ആം ആദ്മി പാർട്ടി കടന്നു വന്നു. കോൺഗ്രസിനെതിരെയാണ് ആം ആദ്മി പാർട്ടി വന്നത് എങ്കിലും അത് ബി ജെ പിക്കാണ് അല്ലെ തലവേദനയായി മാറിയത്. പൊതുവെ ബി ജെ പിക്ക് RSSന് ഭയങ്കര ശക്തിയുള്ള സ്ഥലമാണ്. 52 തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 22% മറ്റു വോട്ട് ജനസംഘത്തിന് അവിടെ ഉണ്ടായിരുന്നതാണ്. മാത്രവുമല്ല RSSന് വലിയ ശാഖകളുള്ള സ്ഥലമാണ് ഡൽഹി. പക്ഷേ അപ്പോൾ പോലും ഡൽഹി വിജയിക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പല സംസ്ഥാനങ്ങളിലും ആദ്യമായി ബി ജെ പി ഭരണം പിടിക്കുന്നത്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോദിയുടെ വരവിന് അപ്പോഴൊക്കെ തന്നെ ഡൽഹി മാറി നടക്കുകയാണ് ചെയ്തത്. കാരണം ഈ ഡൽഹിയിലെ പ്രചാരണ ഘട്ടത്തിലൊക്കെ തന്നെ നരേന്ദ്രമോദി തന്നെയായിരുന്നു സ്റ്റാർ ക്യാമ്പയിൻ. 2015 അവിടെ കിരൺ ബേദി ഒക്കെ വന്നെങ്കിൽ പോലും മോദിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രചാരണം. ഇത്തവണ മോദി, അമിത്ഷാ അതിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു പ്രചാരണം ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും വന്നിട്ടുണ്ട്, പ്രചാരണം നടത്തിയിട്ടുണ്ട്, അവിടെ വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, കേജ്രിവാളിനെതിരെ ശക്തമായ പ്രചാരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടുള്ള ഒരു പ്രചാരണം കൂടി ഇല്ലായിരുന്നു. ഇത് ബി ജെ പി ഡൽഹി പിടിക്കുകയാണെങ്കിൽ അത് മോദിയുടെ വിജയം എന്ന് മാത്രമായിട്ട് ഉയർത്തി കാണിക്കാൻ പറ്റുമോ?